ഒരു ദിവസം ഞാൻ രാവിലെ ചെന്നപ്പോൾ അത് പുല്ലുകൂട്ടിൽ മരണപ്പെട്ട് കിടക്കുകയാണ്. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം ഉണ്ടാകും. കാരണം അതോടെ തകർന്നു എല്ലാം. പുറത്തുള്ള പശുക്കളെ ഞാൻ വരുത്തി, അതിൽ പാല് കുറവായിരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൽ പാലില്ലാത്ത പശുക്കൾ അവരെന്നെ പറ്റിച്ചു. എനിക്ക് അത്രയും പാല് കിട്ടിയില്ല. എനിക്ക് മൊത്തം പരാജയങ്ങൾ വന്നു. തൊഴിലാളികളാണ് എന്നെ പറ്റിച്ചത് ഏറ്റവും കൂടുതൽ. എനിക്ക് പശു തന്ന ആളാണ് എന്നെ ഏറ്റവും കൂടുതൽ പറ്റിച്ചത്. ഇപ്പോഴും ആ കടം തീർന്നിട്ടില്ല. 15 ലക്ഷം രൂപ വരെ എനിക്ക് അതിൽ ബാധ്യത കിടക്കും. ഒറിജിനൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ അവർ 30 രൂപ 40 രൂപയ്ക്ക് നമ്മളിൽ നിന്ന് എടുത്തിട്ട് അവർ വില കൂട്ടി കൊടുത്തിട്ട് നമുക്ക് അതിട്ടിട്ട് നമുക്ക് എന്താ ലാഭം? കർഷകന് വിലയില്ല. പക്ഷേ സാധാരണക്കാരന് ഇതിൽ ഇടനിലക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്നത്. അതൊക്കെ ദ്രോഹമായതുകൊണ്ട് മലയാളികൾ ചെയ്യും. പക്ഷേ തമിഴന്മാർ ചെയ്യുന്നുണ്ട്. തമിഴിൻ്റെ പാലൊക്കെ പൊടി വിലക്കൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഈ സൊസൈറ്റിക്കാരെ പറ്റിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാൻ തോന്നില്ല. 2 ഉயிருള്ളതല്ലേ, ഒരമ്മയല്ലേ. സുരേഷണ്ണോ? നമസ്കാരം. നമസ്തേ. എന്താ പരിപാടി? പെരുവരം പറിച്ച് ഒരു മുറിവിൽ തേക്കാൻ പോകും. പിന്നെ ഇപ്പം മിൽമേൽ പാലിനൊക്കെ ഇപ്പം ക്ഷീര കർഷകർക്കൊക്കെ ഒരുപാട് ആശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ പാലിനൊക്കെ വില കൂട്ടുന്നുണ്ട്. അപ്പം മുമ്പ് ഫാം നടത്തിയിരുന്നില്ലേ? അപ്പോൾ ഈ പശുവിനെ വളർത്തുന്നത് അല്ലെങ്കിൽ ഫാം എന്ന് പറയുന്നത് ലാഭമുള്ള ബിസിനസ് അല്ലേ? ലാഭമുള്ള ബിസിനസ്സാണ്. പക്ഷെ അതിൽ വേറെ കുറച്ച് വിഷയങ്ങളുണ്ടാവും. എന്താണ് ശരിക്കും സംഭവിച്ചെന്താണ്? ഈ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നാട്ടിലെ കുറച്ച് പശുക്കളെ മാത്രമേ എനിക്കുള്ളായിരുന്നു. ഒരു 10-12 എണ്ണം. ബാക്കിയെല്ലാം തമിഴ്നാട് പശുക്കളായിരുന്നു. അത് പാലുള്ള പശുക്കളെന്ന് പറഞ്ഞിട്ട് തന്നു, എന്നെ പറ്റിച്ചു. അങ്ങനെ കുറച്ച് വിഷയമുണ്ട്. പിന്നെ അന്നത്തെ വിലയെന്ന് വെച്ചാൽ 35 രൂപയുള്ളായിരുന്നു 1 ലിറ്ററിന്. പുറമെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് 27 രൂപ, 28 നമ്മൾ റീഡിങ് കണക്കാക്കിയുള്ള രീതി നമുക്ക് തരും. അല്ല, പക്ഷേ ഇന്നും ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് 40 രൂപ അതിലേ ആയിട്ടുള്ളൂ. 42 അതിലേ ഉള്ളൂ. അല്ല, ഇപ്പോൾ സൊസൈറ്റിയിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 40-42 രൂപ അവർ റീഡിങ് നോക്കി വിലയിടും. പക്ഷെ നമ്മൾ പുറത്ത് കൊടുത്താൽ 55 രൂപ ഉണ്ട് 1 ലിറ്റർ പാല്. സൊസൈറ്റി വിൽക്കുന്നതും 55 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പക്ഷെ കർഷകന് കൊടുക്കുന്നത് 40-42 രൂപയൊക്കെ തന്നെ. ബാക്കി അവർ പിന്നെ പുണ്ണാക്കിന് ഇരട്ടി വില. പിന്നെ അവർ സബ്സിഡി തരുന്ന ഒരു പുണ്ണാക്കുണ്ട് അവിടെ നിന്ന്. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ പശുവിൻ്റെ പാലൊക്കെ കുറഞ്ഞു പോകും. അല്ല, ശരിക്കും ഈ ക്ഷീര കർഷകർ ഒരുപാട് പേര് കൃഷി നിർത്തി പോകുന്നുണ്ട്. ഇപ്പം വളരെ കുറവാണ്. ഇപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം 1 വർഷം കൊണ്ട് തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് കൃഷിക്കാരാണ് അത് ഒഴിവാക്കിയത്, ഇത് നിർത്തിയത്. അപ്പോൾ എന്തായിരിക്കും ഇത്? ശരിക്കും ഇത് ലാഭമുള്ള ബിസിനസ്സാണോ അതോ? ഇത് ലാഭമുള്ള, നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ ലാഭം കിട്ടും. കറവയും എല്ലാം ചെയ്യണമെങ്കിൽ. പിന്നെ അതിൽ കറവക്കാരെ വെച്ച് ചെയ്യണമെങ്കിൽ അന്നത്തെ കാലങ്ങളിലൊക്കെ 700 രൂപ 600 രൂപ 800 രൂപ ശമ്പളമായിരുന്നു ഒരു മാസത്തെ കറക്കുന്നത്. ഇപ്പോൾ 1000 1500 2000 രൂപയാണ് ചോദിക്കുന്നത് കറവക്കാർ. എന്നുവെച്ചാൽ അവർക്ക് ജോലി ചെയ്താലേ അതിനുള്ള വില എല്ലാ ഇതിനും വില കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വില കൂട്ടി റേറ്റ് കൂട്ടിയല്ലേ ചിലവ് കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ ആകുമ്പോൾ കർഷകർക്ക് നഷ്ടങ്ങളുണ്ടാവും. ഈ തീറ്റ ചിലവും തീറ്റയുടെ ഇതും. ഇപ്പോൾ വൈക്കോലിനൊക്കെ അന്ന് 15 രൂപ 17 രൂപ 18 രൂപ വിലയായിരുന്നു 2010-12. ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയായി 30 രൂപ 35 രൂപ ഒരു പിടി. ഇപ്പം പിടിയല്ല, ഇപ്പം ഇത് വലിയ ബോള് കണക്കുള്ള രീതി ഉരുട്ടിയാണ് തരണം. അത് 150 രൂപ 200 രൂപ വിലയാണ്. അത് നമ്മൾ പിടിയാക്കി ഒരു കെട്ടാക്കി കഴിഞ്ഞാൽ അത് 3 കെട്ട് നിൽക്കും. അത് നഷ്ടമാണ്. പിന്നെ പച്ചപ്പുല്ലുകൾ, ഇപ്പം പുല്ലുകളൊന്നും കിട്ടാൻ വളരെ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളും. ഇപ്പം അതിനുള്ള സബ്സിഡിയും കാര്യങ്ങളൊന്നും ഇല്ല. നേരത്തെയൊക്കെ പുല്ലൊക്കെ വളർത്തി കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സബ്സിഡി നിർത്തലാക്കി ഗവൺമെൻറ്. സബ്സിഡിയൊക്കെ നിർത്തലാക്കി. വിലയില്ല, കർഷകന് വിലയില്ല. പക്ഷേ സാധാരണക്കാരന് ഇതിൽ ഇടനിലക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്നത്. കർഷകരെല്ലാം നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കൈ നഷ്ടം വെച്ച് ലോൺ ചെയ്താൽ തന്നെ ലോൺ അടയ്ക്കാൻ കഴിയില്ല. അങ്ങനെ മഴ കാര്യങ്ങളൊക്കെ വന്ന് തുടക്കം മഴ പെയ്ത് കഴിഞ്ഞാൽ പശുവിന് പാല് കുറയും. ചൂട് കൂടിയ പാല് കുറയും. 2 ദിവസം 3 ദിവസം പാല് കുറവായിരിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. പിന്നെ അതിൻ്റെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സമയത്ത് ഡോക്ടർമാർ അവിടെ പൈസ കൊടുക്കണം. പൈസ കൊടുത്താലേ ഡോക്ടർമാർ വരുള്ളൂ. വണ്ടി വിളിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട്. ശരിക്കും ഇപ്പോൾ സുരേഷ് എന്താണ് സംഭവിച്ചത്? എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ, നാട്ടിലെ എനിക്ക് 15 പശു ഉണ്ടായിരുന്നു, നമ്മളെ നാട്ടിലെ പശുക്കൾ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തുള്ള പശു മൊത്തം എനിക്ക് 26 പശു ഉണ്ടായിരുന്നു. പുറത്തുള്ള പശുക്കളെ ഞാൻ വരുത്തി, അതിൽ പാല് കുറവായിരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ അതിൽ പാലില്ലാത്ത പശുക്കൾ അവരെന്നെ പറ്റിച്ചിട്ട് ഒരു 60,000 രൂപ വരെ പശു ഉണ്ട്. ഞാൻ അതിനെ ഗർഭിണിയായിരുന്നു. അത് പ്രസവിക്കാൻ 1 മാസം എന്തോ ഉള്ളപ്പോഴാണ് അത് വീണ്. അതായത് എരുത്തിൽ വൃത്തിയാക്കിയില്ല. ചാടി എണിച്ചപ്പോൾ ചാണകത്തിൽ ചവിട്ടി അത് ഇഴിവി വീണു. അതിൻ്റെ ഇടുക്ക് പൊട്ടിപ്പോയി. അതിനെ 1.5 മാസം അന്വേഷിച്ച് ഏകദേശം
നല്ലൊരു എമൗണ്ട് എനിക്കതിൽ പോയി. ഓരോ മണിക്കൂർ വെച്ച് ഇടവച്ച് എണിച്ച് നിർത്തും, തൂക്കി നിർത്തും, തിരിച്ച് കിടത്തും. എനിക്കത് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, ഇറച്ചിക്കാർക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ, ഗർഭിണിയല്ലേ, 2 ഉയരല്ലേ, അതിനായിട്ട് അന്വേഷിച്ചു. 3 ഡോക്ടർമാർ വന്നു, അതിനെ സിസേറിയൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുത്തു. അല്ല, വേണമെങ്കിൽ അണ്ണന് ഈ ചിലവൊക്കെ ഒഴിവാക്കായിരുന്നു, കൊടുത്തങ്ങ് ഒഴിവാക്കായിരുന്നു, പക്ഷെ ചെയ്തില്ല. പക്ഷേ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല. 2 ഉயிருള്ളതല്ലേ, ഒരമ്മയല്ലേ, നമുക്കത് ഒഴിവാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനത് ഇട്ട് നിർത്തി 1.5 മാസമായിട്ട് അന്വേഷിച്ചു. അതിനെ സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തു. 3 ഡോക്ടർമാരായിരുന്നു എടുത്ത്. നേരെ കുട്ടി ഒരു ആൺകുട്ടിയായിരുന്നു. തള്ളേനെ അപ്പോൾ തന്നെ തള്ള എണിക്കില്ല, തള്ളയെ പാൽ കൊടുക്കാനൊന്നും പറ്റൂല. തള്ളേനെ ഞാൻ വേറെ ഇറച്ചിക്കാർക്ക് കൊടുത്തായിരുന്നു. അവർ വന്ന് എടുത്തുകൊണ്ട് പോയി. ഒരു പൈസ ഞാൻ വാങ്ങിയില്ല, എനിക്ക് വേണ്ടെന്ന് വെച്ചോ. 60,000 രൂപ പശുവായിരുന്നു. അത് അന്വേഷിച്ച് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1.5 ലക്ഷം രൂപ എനിക്കായി. വിലയും ഈ അന്വേഷണവും ഈ ഡോക്ടർക്ക് കൊടുത്തത്. ഡോക്ടർ പറഞ്ഞ് കമ്പി ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ തയ്യാറായില്ല. എന്ന് വെച്ചാൽ കമ്പി ഇട്ടാൽ വീണ്ടും ചാണകത്തിൽ ചവിട്ടി, അവർ ചാണകത്തിലല്ലേ കിടക്കുന്നു, ചാണകത്തിൽ ചവിട്ടി വീണ് കഴിഞ്ഞാൽ വീണ്ടും ആ പൈസ വേസ്റ്റാവും. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമത്തിൽ എനിക്ക് എത്തിയത്, ഈ കുട്ടിക്ക് കുപ്പിപ്പാൽ കൊടുത്താണ് ഞാൻ വളർത്തിയത്. ഒരു ദിവസം ഞാൻ രാവിലെ ചെന്നപ്പോൾ അത് പില്ലുകൂട്ടിൽ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിഷമം ഉണ്ടാകും. കാരണം അതോടെ തകർന്നു എല്ലാം. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴന്മാരും അവരെന്നെ പറ്റിച്ചു. ഈ പാലിൽ എന്തോ വെള്ളം ചേർത്ത് കൊടുത്താണെന്ന് ഒരുപാട് പറ്റിച്ചെന്ന് പറഞ്ഞു. അതിനാ പാലെന്ന് വെച്ചാൽ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡിൽ 8 പശു വരും. ആ 8 പശുവിൽ അവർ ഒരാഴ്ച നിർത്തി പാല് കറന്ന് പാല് ഉണ്ടാകുന്ന നോക്കിയ ശേഷമാണ് അവരെനിക്ക്, ഞാൻ വില കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് പശുവിനെ തന്നു. 18 രൂപ, 20 രൂപ, 25 രൂപ വിലയുള്ള പശു 15 ലിറ്റർ പാൽ വരെ കറക്കും എന്ന് പറഞ്ഞ് കൊണ്ട് തന്നിട്ട് അവസാനം എനിക്ക് അത്രയും പാല് കിട്ടിയില്ല. എനിക്ക് മൊത്തം പരാജയങ്ങൾ വന്നു. അതായത് അവർ ഈ കൊണ്ടുവന്ന ആളാണ് എനിക്ക് അവിടുത്തെ കറവക്കാരൻ തമിഴ്നാട്ടിൽ. അപ്പം അതങ്ങനെ വെച്ച് ഞാൻ കൊണ്ട് സൊസൈറ്റിയിലേക്ക് കൊടുത്തു. അപ്പോൾ അവർ നാട്ടിൽ എനിക്ക് രാവിലെ ഒരു 45 ലിറ്റർ പാലോളം, എനിക്ക് 1 ക്യാൻ പാലോളം എനിക്ക് അവിടെ സെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതവർ ഈ അവിടെ നിന്ന് കൊണ്ടുവന്ന പശുവിൻ്റെ പാല് അവിടെ കൊടുത്തു, വെള്ളം ചേർത്ത് കൊടുത്തു. അതങ്ങനെ ഒരുപാട് പരാജയങ്ങൾ വന്നു. അതിലും എനിക്ക് കുറേ നഷ്ടമുണ്ടായി. അങ്ങനെ അത് ഞാൻ കണ്ടുപിടിച്ചു. തൊഴിലാളി എന്നെ പറ്റിച്ചു. തൊഴിലാളിയാണ് എന്നെ പറ്റിച്ചത്. ഏറ്റവും കൂടുതൽ എനിക്ക് പശു തന്ന ആളാണ് എന്നെ ഏറ്റവും കൂടുതൽ പറ്റിച്ചത്. അതുമാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട് പശുവിനെ ഇറക്കിയിട്ട് ഒരുപാട് പേര് ഇതുപോലെ പരാതി പറയുന്നുണ്ട്. അതെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് അവർ അവിടെ നിന്ന് ഈ ഇങ്ങനെ ഏജൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ പോയിട്ട് കണ്ട് ഒരു ദിവസത്തെ കറവ കണ്ട് നമ്മൾ പാല് ഈ പശുവിനെ മേടിക്കുക. ഒരു ദിവസത്തെ കറവ, അതായത് രാവിലത്തെ കറവ എത്ര ലിറ്റർ പാല് കറക്കും, വൈകിട്ടത്തെ ഇത്ര. പിന്നെ നമ്മൾ ഇതിൽ വേറൊരു വിഷയം വരുന്നത്, ഇപ്പോൾ നമുക്കൊരു 10 ലിറ്റർ പാല് കറക്കുമെങ്കിൽ തമിഴ്നാട്ടിൽ നമ്മൾ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് കൊണ്ടുവന്ന് കെട്ടിക്കഴിഞ്ഞാൽ അതിന് ഇതുണ്ടാവും, എരുത്തിൽ മാറക്കം, തീറ്റി മാറക്കം, അതിലൊക്കെ പാല് കുറവ് വരും. അത് 1-2 ദിവസം. പിന്നെ അതുപോലെ അവിടെ അഴിച്ചു വിട്ടിരിക്കുന്ന പശുക്കളെയാണ് ഇവർ ഇവിടെ കൊണ്ടുവന്ന്. അത് അവർ ഏറ്റവും കൂടുതൽ ഈ കച്ചവടക്കാർ ലോഡ് കണക്ക് കൊണ്ടുവരുന്ന പശുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റും കറവയാണ്. ചിലപ്പം 3-4 പ്രസവം കഴിഞ്ഞിട്ടുള്ള പശുക്കളാണ്. അത് വറ്റും കറവയാണ്. ഈ വറ്റും കറവ പശുക്കളാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ പാൽ ഇത്രയുണ്ട് ഇതുണ്ടെന്നും പറഞ്ഞിട്ട് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് അതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എനിക്ക്. അതങ്ങനെ പിന്നെ തിരിച്ച് ഞാൻ പശുവിനെ കയറ്റി വിട്ട് പൈസയും അതിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. പിന്നെ ഞാനത് നിർത്തേണ്ടി വന്നു. നഷ്ടങ്ങൾ, അതായത് 7 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. പിന്നെ രണ്ടാമത് എനിക്ക് ഇപ്പോഴും ആ കടം തീർന്നിട്ടില്ല. 15 ലക്ഷം രൂപ വരെ എനിക്ക് അതിൽ ബാധ്യത കിടക്കുകയാണ്. 15 എല്ലാം കൂടെ 10-18 ലക്ഷം രൂപ ബാധ്യത കിടക്കുകയാണ്. ഇന്നത്തെ സർക്കാർ പോലും നമ്മളത് സഹായിക്കുന്നില്ല. ഒരു ബാങ്കുകാർ പോലും, ഞാൻ ബാങ്കിൽ ലോൺ കൊടുത്തിട്ട് ലോൺ പോലും എനിക്ക് കിട്ടിയില്ല. അവസാനം ഒരു വ്യക്തിയിൽ നിന്നാണ് ഞാൻ പെരടം കൊടുത്ത് ഞാൻ പൈസ വാങ്ങിയത്, വിട്ടെഴുതി കൊടുത്തു, പലിശയ്ക്ക് പൈസ എടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ബാധ്യത എനിക്ക് കിടപ്പുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. റബ്ബർ കർഷകർക്ക് താങ്ങുവില കൊടുക്കുന്നത്, ഇപ്പോൾ തെങ്ങ് കർഷകർക്ക് താങ്ങുവില കൊടുക്കുന്നു, ഇതൊക്കെ കൊടുക്കുന്ന പോലെ ക്ഷീര കർഷകരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് യാതൊരു നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരി. അവർ നടപടി എടുക്കുന്നുണ്ട്. അവരെടുക്കുന്നു. ഇങ്ങനെ നമ്മൾ നല്ല ഒറിജിനൽ പാല് കൊടുത്തു കഴിഞ്ഞാൽ അവർ 30-40 രൂപയ്ക്ക് നമ്മളിൽ നിന്ന് എടുത്തിട്ട് അവർ വില കൂട്ടി കൊടുത്തിട്ട് നമുക്ക് അതിട്ടിട്ട് നമുക്ക് എന്താ ലാഭം? പുണ്ണാക്കിന് വില കുറയ്ക്കുന്നില്ല. ഇപ്പം 20 രൂപ 30 രൂപ കിടന്ന ഒരാൾക്ക് പില്ലറ്റിന് 1 കിലോ പില്ലറ്റിന് ഇന്നത്തെ വില എന്ന് വെച്ചാൽ 40-42 രൂപയാണ് 1 കിലോ പില്ലറ്റിൻ്റെ വില, ഇന്നത്തെ വില. അത് മേടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം 1.5 കിലോ പുണ്ണാക്കിയിട്ടല്ലേ പില്ലറ്റും പരുത്തിയും ഇതെല്ലാം കൂടെ ഇട്ട് കോത്തെടുത്ത് കൊടുത്താൽ മാത്രമേ അതിന് ഒരു നേരമാകൂ. ഒരു ദിവസത്തേക്ക് 3 കിലോ
പുണ്ണാക്ക് തന്നെ വേണം. ഈ 3 കിലോ പുണ്ണാക്കായപ്പം എത്ര രൂപ വിലയായി. പിന്നെ 2 നേരത്തെ പച്ചപ്പുല്ല് അല്ലെങ്കിൽ വയ്ക്കുവലി ഇതൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് മാറിപ്പോകണം. അതുകൊണ്ട് ഒരു ലാഭവും നമുക്ക് കിട്ടുന്നില്ല. പാലിന് വില സൊസൈറ്റിക്കാർ കൂട്ടുന്നില്ല. ഈ ഒരു കുപ്പി പച്ചവെള്ളത്തിന് 20 രൂപ കൊടുക്കുന്ന സ്ഥലത്താണ് 40 രൂപ. ഇല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ആഹാരം കൊടുത്ത് വളർത്തുന്ന ഒരു പശുവും പാലിന് കിട്ടുന്നത് 40 രൂപയാണ്. 40 രൂപ അവർ ഇന്നത്തെ വില 50 രൂപ 55 രൂപ വിലയുണ്ട് 1 ലിറ്റർ. പക്ഷേ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് കൊടുത്താലേ ആ വില കിട്ടുള്ളൂ. സൊസൈറ്റി കൊടുത്താൽ അത്രയും വില കിട്ടില്ല. അത് അങ്ങനെ ആ ഒരു സബ്സിഡി തരാം, അത് തരാം. നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി പാല് വീഴ്ത്തി കഴിഞ്ഞാൽ അവർ വർഷത്തിൽ ബോണസ് തരണം, അത് തരുന്നില്ല. അതൊക്കെ അവർ പറയും ആദ്യത്തെ വർഷം തരില്ല, 2ാം വർഷം തരുള്ളൂ. പിന്നെ അതിൻ്റെ സബ്സിഡി ഒരുപാട് മാസം തോറും സബ്സിഡി 6 മാസം കൂടെ സബ്സിഡി ഇറങ്ങുന്നതാണ്. അതൊന്നും അത് തരില്ല. അതിലൊക്കെ അവർ കുറേ ന്യായങ്ങൾ പറയും. പുണ്ണാക്കൊക്കെ നമുക്ക് സബ്സിഡി ഇട്ട് തരേണ്ടതാണ്. അവർ ലോക്കൽ പുണ്ണാക്ക് എടുത്ത് നമുക്ക് തരും. അല്ലാതെ പില്ലറ്റ് അങ്ങനെയുള്ള ഒറിജിനൽ പിണ്ണാക്കൊന്നും അവർ സൊസൈറ്റിക്കാർ തരാറില്ല. അത് അവർക്ക് സർക്കാർ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. മിൽമക്കാർ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ സൊസൈറ്റി എന്ന് വെച്ചാൽ അവർ ഒരു കമ്മിറ്റിയാണ്. അതിൽ അവർക്കാണ് അതിൻ്റെ പൈസ കൂടുതൽ എടുക്കണം. അവിടെ ഒരു സ്റ്റാഫിനെയും വെച്ച് അവർ എടുത്തിട്ട് അവർ അത് ചെയ്ത് അവർ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. അത് സർക്കാരിനും പോകുന്നില്ല, ആർക്കും ജനങ്ങൾക്കും കിട്ടുന്നില്ല, ഇത് കർഷകർക്കും കിട്ടുന്നില്ല. ഇപ്പോഴും പറയുന്നത് ഒരു പശു ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാമെന്നല്ലേ പറയുന്നത്. പണ്ട് നടക്കുമായിരുന്നു, പക്ഷേ ഇപ്പം നടക്കില്ല. നടക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ വിലയും അഴുക്ക പുണ്ണാക്കിൻ്റേത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീടുകളും തോറും നമ്മൾ പാത്രങ്ങൾ വെച്ച് കൊടുത്ത് അവിടുത്തെ കാടിയും പഴത്തൊലിയും എല്ലാം കൂടെ എടുത്ത് നമ്മളത് കൊണ്ട് പശുക്കൾക്ക് കൊടുക്കും. പിന്നെ ചക്കമടൽ, ഇപ്പോഴും ചക്ക നമ്മൾ കൂടുതൽ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള ചക്ക നമ്മൾ കാടിക്കലത്തിൽ നമ്മൾ അരി വഴണ വെള്ളം, പഴിഞ്ഞ വെള്ളം, അരി വടിക്കുന്ന വെള്ളം ഇതൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ രാത്രി മരിച്ചിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം വന്നു കഴിഞ്ഞാൽ അത് ഈ കാടിയിൽ വിടുത്തി കൊടുക്കും. ഇപ്പോൾ ആരാണ് കാടി കൊടുക്കുന്നത് പശുക്കൾക്ക്? അങ്ങനെയുള്ള പശുക്ക് ഇതില്ല. പിന്നെ പുല്ല്, ഏറ്റവും കൂടുതൽ പുല്ലാണ് കൊടുക്കുക, വൈക്കോലും പുല്ലും. അന്നൊക്കെ ഈ കൃഷിയെ കൊണ്ടല്ലോ, ഒരുപാട് കൃഷി മരിച്ചിനെ കൊണ്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കില്ലെന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇല്ല, എടുക്കാൻ അതിനുള്ള ആരും തയ്യാറാവുന്നില്ല. അതിനൊക്കെ കൂലിക്കാലിനെ വെച്ചെടുത്താൽ എന്ത് മുതലാവാനാണ്? അതുകൊണ്ട് എല്ലാവരും നഷ്ടപ്പെട്ട് അത് പോകുന്നുണ്ട്. തമിഴിൻ്റെ പാല് വന്നാൽ പാല് കുടിക്കാം. തമിഴിൻ്റെ പാല് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കണക്ക് പൊടി കലക്കിയൊക്കെ തമിഴിൻ്റെ പാലൊക്കെ എന്നാൽ പൊടി കലക്കിയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഈ സൊസൈറ്റിക്കാരെ പറ്റിക്കാൻ ഒരുപാട് വഴികളുണ്ട്, ഇല്ലാതെ ഇല്ല. ഈ റീഡിങ്ങൊക്കെ കൂടാൻ വേണ്ടി പല വഴികളും ഉണ്ട്. അത് തമിഴന്മാർ ചെയ്യുന്നുണ്ട്, പക്ഷെ മലയാളികൾ അത് ചെയ്യുന്നില്ല. അങ്ങനെ പഞ്ചാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റീഡിങ് കൂടും. ഈ ചെറിയ ഇരകളെ പിടിച്ച് കിഴി കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റീഡിങ് കൂടും. മണ്ണര അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റീഡിങ് കൂടും. അത് കിഴി കെട്ടിയിട്ട് കൊടുക്കും. ദ്രോഹമാണല്ലോ, അതൊക്കെ ദ്രോഹമായതുകൊണ്ട് മലയാളികൾ ചെയ്യും, പക്ഷെ തമിഴന്മാർ ചെയ്യുന്നുണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ പാലൊക്കെ എല്ലാം നല്ലത് കട്ടിയുള്ള പാൽ. ഇപ്പോൾ ഇവിടെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് 1 ലിറ്റർ പാക്കറ്റുള്ള പാലിറങ്ങുന്നു. അതെല്ലാം കെമിക്കലാണ്, പൊടി കലക്കിയതൊക്കെ. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ചായക്കടകളിലൊക്കെ അത് പോകുന്നത്. ഇപ്പം നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് പിന്നെ ഇപ്പോൾ മെഷീൻ ഇറങ്ങി. മെഷീനൊക്കെ വെറും 50,000 60,000 രൂപ കൊടുത്ത് പാൽ ഇറങ്ങണം മെഷീൻ എടുത്ത്. അത് വെച്ച് കറന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചറാണ്. ഈ സാധാരണക്കാർക്ക് കൊച്ചു പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ആ പാല്. അതാണ് ഏറ്റവും കൂടുതൽ. അതെന്നാ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരാൾ കൈ വെച്ച് കറക്കുന്നതും മെഷീൻ വെച്ച് കറക്കുന്ന രണ്ട് വ്യത്യാസമാണ്. വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മെഷീൻ വെച്ച് കറന്നു കഴിഞ്ഞാൽ അതിൽ അകിട് വീക്കം വല്ലതും ഉണ്ടോ ഇതുണ്ടോ എങ്കിൽ അറിയാൻ പറ്റില്ല. കൈ കൊണ്ട് കറന്നു കഴിഞ്ഞാൽ പാത്രത്തിൽ വീഴുമ്പോൾ അറിയാൻ പറ്റും. അത് ഡേഞ്ചറാണ്. അന്നൊരു പാല് ഫുള്ള് നമ്മൾ കൈ കൊണ്ട് കറന്നെടുക്കാൻ പറ്റും. പക്ഷേ മെഷീനാകുമ്പം ഇതിൻ്റെ കാമ്പിൽ കയറ്റി കടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വേദന എടുക്കും. പച്ച ശരീരമല്ലേ, അത് വേദന ഉണ്ടാകും. അപ്പോൾ രണ്ടാമത് അത് മെഷീനിൽ മൊത്തം വടിഞ്ഞ് വരില്ല. അപ്പോൾ രണ്ടാമത് നമ്മളത് ഒന്ന് കൈ കൊണ്ട് കറക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് വിട്ടു കൊടുക്കണം, കുട്ടി കുടിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കുട്ടിയും കുടിക്കാൻ താമസിക്കില്ല, കൈ കൊണ്ട് കറക്കാമെന്ന് വെച്ചാൽ അതിന് വേദനയുണ്ട്. ആ കാമ്പിൽ നമ്മൾ പിടിക്കുമ്പം അതിൻ്റെ മെഷീൻ ഘടിപ്പിച്ചതിൻ്റെ അതിൻ്റെ വേദന അതിന് എപ്പോഴും ഉണ്ടാവും. പശുവിന് ഇത് ഭയങ്കര പെയിൻഫുള്ളാണ്. വേദന പശുവിന് ഏറ്റവും കൂടുതൽ ഡേഞ്ചറാണ് ഈ മെഷീൻ എന്ന് പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഈ പൈസ മോഹിച്ചാണ്. പക്ഷേ അതിൻ്റെ കറണ്ട് ബില്ല് ആ മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇൻഷുറൻസ് ഉണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തിട്ടൊന്നും ഒരു ഉപയോഗമില്ല. നമ്മൾ സാധാരണ രീതിയിൽ കൈകൊണ്ട് കറന്നു കഴിഞ്ഞാൽ അത്രയും നല്ല ബെറ്ററാണ്. അല്ലെ 10-20 പശുവൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ അത് പ്രാക്ടിക്കലല്ലോ. 20ഉം 40ഉം പണ്ട് കാലങ്ങളിൽ. ഇപ്പോൾ ഈ മെഷീനൊക്കെ ഇപ്പോൾ എപ്പോഴാണ് ഇറങ്ങി തുടങ്ങിയത്? ഈ 2010 തൊട്ട് 10 12 ഇറങ്ങി തുടങ്ങിയത്. അതിനു മുമ്പൊക്കെ പശുക്കളെ കറന്നിട്ടില്ലേ ഫാമുകളിൽ? ഒരു വീട്ടിൽ 5-6 പശുക്കളുള്ള വീടുകളുണ്ടായിരുന്നു പണ്ട് കാലങ്ങൾ, ആട് എല്ലാം. അപ്പോൾ അതൊക്കെ അന്ന് കറക്കുന്നില്ല കൈ കൊണ്ട്. അതിൽ കയ്യിൽ കിട്ടുന്നത് 2 തഴമ്പ് കിട്ടും, 2 തള്ളവരൽ 2 തഴമ്പ് കിട്ടും. അത് തന്നെ അതിലുള്ള മിച്ചം എന്ന് പറയണം കറവക്കാർക്ക്. പക്ഷെ അന്ന് പശുക്കൾക്ക് അസുഖമില്ല. ഇപ്പോൾ ഉള്ള മിക്ക പശുക്കൾക്കും അകിട് വീക്കമുള്ള പശുക്കളാണ്. അപ്പോൾ എന്തായാലും പശുവിനെ വളർത്തുന്നത് ഇപ്പം ആലോചിച്ച് കണ്ട് 1-2 പശുക്കൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ വളർത്താം.
പക്ഷേ അങ്ങനെയുള്ള വീടുകളിൽ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ചാണകത്തിൽ ചവിട്ടി നിന്ന് അതിൻ്റെ ഒരു ഇതുണ്ടാവും. എപ്പോഴും നമുക്കത് അത്രയും നല്ല സേഫ്റ്റിയുള്ള ഇതാണ്. പക്ഷേ ഒരുപാട് മനസ്സുണ്ടെങ്കിൽ വാങ്ങിച്ച് വളർത്താം അല്ലേ? മനസ്സുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 1, 2, 3 പശുവിനെ നമുക്കൊരു വീട്ടിൽ നിർത്താൻ പറ്റും. ഒരാളിനെ കൊണ്ട് സുഖമായിട്ട് നടത്തും. കറവക്കാരനെ മാത്രം വിളിച്ചാൽ മതി. ഈ മെഷീനൊന്നും മേടിച്ച് 60,000 80,000 കൊടുത്ത് കളയാതെ ഒരു കറവക്കാരനെ വിളിച്ച് നിർത്തി നമ്മൾ കറക്കുക. അപ്പോൾ ഇന്ന് കറവക്കാരെ കിട്ടണ്ടേ? ഉണ്ട്, ആളുണ്ട്. ഇപ്പോൾ തലമുറകൾ കുറവാണ്, പക്ഷേ എന്നാലും ആളുണ്ട്. പക്ഷേ ശമ്പളം കൂടുതലാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനിയും ഇപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു, പക്ഷേ ഇനിയും പശുവിനെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, ഇല്ലാതെ ഇല്ല. പക്ഷേ നമുക്ക് അതിനുള്ള ആദ്യം വളർത്തിന് നമ്മൾ തന്നെ അതിൻ്റെ ഇതൊരു ബാധ്യത തീർന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഒത്തു വന്നാൽ ഇനിയും വളർത്തും. ഒത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ വളർത്താൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് താല്പര്യമാണ്. അതുകൊണ്ടാണല്ലേ അതിന് ഞാൻ ഇറങ്ങിയത്.